മക്കൾസ് മുസിൻ സാറാണ്. സോ മക്കളെ, ഞാനിന്ന് വന്നിട്ടുള്ളത് 10ാം ക്ലാസ്സിലെ മാത്സിനെ കുറിച്ച് സംസാരിക്കാനാണ്. സോ കഴിഞ്ഞ വർഷം SLCയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് A+ നഷ്ടമായ വിഷയമാണ് മാത്സ്. ഒരുപാട് കുട്ടികൾക്ക് പേടിയുള്ള ഒരു സബ്ജക്റ്റ് കൂടിയാണ്, പക്ഷേ ചില കുട്ടികൾക്കെങ്കിലും ഇൻട്രസ്റ്റോട് കൂടി ഏറ്റവും ഇഷ്ടമുള്ള വിഷയമാണ് മാത്സ്. സോ അതുപോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 നിങ്ങൾ സയൻസ് എടുക്കുന്ന കുട്ടികളായാലും കൊമേഴ്സ് എടുക്കുന്ന കുട്ടികളായാലും ഇനി എൻട്രൻസ് ഫീൽഡിലേക്ക് പോകുന്ന കുട്ടികളായാലും ഒക്കെ അവർക്കൊക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് മാത്സ്. സോ മാത്സ് നമ്മൾ പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. സോ എങ്ങനെയാണ് മാത്സ് വളരെ സിമ്പിളായി ഈസി ആയിട്ട് പഠിക്കുക, ഈ 10ാം ക്ലാസ്സിൽ എങ്ങനെ നിങ്ങൾ A+ലേക്ക് മാത്സിനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ എക്സാമിന്റെ തലേന്നോ അല്ലെങ്കിൽ എക്സാമിന്റെ ഒരാഴ്ച മുന്നേ ഒന്നും മാത്സ് പഠിച്ചത് കൊണ്ട് A+ലേക്ക് എത്തില്ല. കാരണം കഴിഞ്ഞ വർഷം മുതലുള്ള എക്സാം പാറ്റേൺ, ക്വസ്റ്റ്യൻ പാറ്റേണിന്റെ ചേഞ്ച് നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. സോ മാത്സിൽ നല്ലൊരു സ്കോർ നിങ്ങൾക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് കാര്യമാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി പഠിച്ചിരിക്കണം. അതായത് നെഗറ്റീവ് നമ്പേഴ്സ്, അതുപോലെ തന്നെ ഡെസിമൽ നമ്പേഴ്സ്, അതുപോലെ തന്നെ ഫ്രാക്ഷൻസ്, ഇതിൻ്റെയൊക്കെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം മക്കളെ. അതുപോലെ തന്നെയാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഓരോ ചാപ്റ്ററിലെയും കോൺസെപ്റ്റ് കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഓരോ കോൺസെപ്റ്റും ടെക്സ്റ്റ് ബുക്കിലെ സബ്ജക്റ്റിലെ ഓരോ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ നിങ്ങൾ അതിനായിട്ട് എന്ത് ചെയ്യുക, കോൺസെപ്റ്റ് കൃത്യമായി അറിഞ്ഞ് പഠിക്കുക, ഇക്വേഷൻസ് കൃത്യമായി ഓർത്ത് വെക്കുക, ഇക്വേഷൻസ് നോട്ട് ചെയ്തിട്ട് കാണാതെ പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യമാണ് പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ. അതായത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, PYക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ച് അത് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ഡെയിലി മാത്സ് സബ്ജക്റ്റ് ടഫായ കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഡെയിലി മാത്സിൽ 2-3 ക്വസ്റ്റ്യനെങ്കിലും ഡെയിലി ചെയ്യണം. അങ്ങനെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ എക്സാമിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടിലേക്ക് A+ലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. സോ മക്കളെ, ഇതുപോലെ ചാപ്റ്റേഴ്സിലെ കോൺസെപ്റ്റ് കൃത്യമായി അറിഞ്ഞു പഠിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് A+ലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിന്റെ സ്കൈ ബാച്ച് ഓപ്പൺ ആയിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അധികം വെയിറ്റ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് ജോയിൻ ചെയ്തോ, അടിച്ചു പൊളിച്ച് നമുക്ക് എൻജോയ് ചെയ്ത് പഠിക്കാം. വേഗം തന്നെ ജോയിൻ ചെയ്യാൻ ഈ സ്ക്രീൻ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, ഹാപ്പി ലേണിംഗ്.